വാർത്തകൾ തുടരുന്നു. അങ്കനവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അങ്കനവാടി കുട്ടികൾക്കായുള്ള ഭക്ഷണ മെനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചു. പുതിയ മെനുവിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തി. എവിടെ? അങ്കണവാടിയിൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ നിഷ്കളങ്കമായ അഭ്യർത്ഥന ഓരോ മലയാളിയും ഏറ്റെടുത്തതാണ്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ മന്ത്രി വീണ ജോർജ് ശംഖുവിന്റെ അഭ്യർത്ഥന അംഗീകരിക്കാമെന്ന് വാക്കു നൽകിയിരുന്നു. ഈ വാക്കാണ് മന്ത്രി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ അധ്യയന വർഷം മുതൽ അങ്കണവാടിയിൽ കുട്ടികൾക്ക് ബിരിയാണി ഉൾപ്പെടുത്തി പുതിയ മെനു പുറത്തിറക്കി. ചൊവ്വാഴ്ചകളിലാണ് കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകുക. മെനുവിൽ പുതിയതായി മുട്ടപ്പുലാവ്, പിടി, കൊഴുക്കട്ട, ന്യൂട്രി ലഡു ഉൾപ്പെടെ ഒട്ടേറെ പുതിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് മുട്ടയും പാലും. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച 62 കോടി രൂപയാണ് ആദ്യം അനുവദിക്കുന്നത്. അപ്പൊ 2 ദിവസം മുട്ട, 2 ദിവസം പാല് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ വർഷം ഒരു കാര്യം കൂടിയുണ്ട്. അത് 3 ദിവസം മുട്ട, 3 ദിവസം പാല് എന്നുള്ള നിലയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വർക്കിംഗ് ഗ്രൂപ്പ് അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫണ്ട് കൂടി ധനവകുപ്പ് നൽകിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത്. ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പിലാക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തൃശൂർ വടക്കേക്കാട് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് വെടിയേറ്റു. 2 പേർക്ക് വെട്ടേറ്റു.